വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ വിളിച്ചു. സ്വന്തം വാപ്പയും ഉമ്മയും കൂടി ചേർന്നിട്ട് ആ മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്ര, ഓൻ്റെ ഭാര്യനെയും. ഇന്ന് ഈ വീട്ടിൽ നിൽക്കണ്ട, കല്യാണം കഴിഞ്ഞതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരുടെ കല്യാണം? നീ കല്യാണം കഴിച്ചതാണോ? അപ്പോൾ പറഞ്ഞു, വാപ്പ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അപ്പോൾ വാപ്പ രണ്ടാമതൊരു കല്യാണം കഴിച്ചതോടെ ഞങ്ങളുടെ ലൈഫാകെ തകർന്നു. ഈ വാപ്പയും മോനും ഉമ്മയും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഈ വാപ്പിയുണ്ട്, ഒരു മോനും ഉണ്ട്, ഈ ഉമ്മയുണ്ട്. നല്ല സന്തോഷമായിട്ട് കഴിയാണ്. അങ്ങനെ ഉമ്മാക്കൊരു 19 വയസ്സ് 50 വയസ്സിനേറെയായി. ഒരു ദിവസം ഉമ്മ പെട്ടെന്ന് വീട്ടിൽ കുഴഞ്ഞു വീണിട്ടൊരു 1.5 മാസം ഇവർ ചികിത്സയിലായി. ആ ചികിത്സയ്ക്ക് ശേഷം ഈ ഉമ്മ മരണപ്പെട്ടു. ഉമ്മ മരണപ്പെട്ട സമയത്ത് വാപ്പ നന്നായിട്ട് അധ്വാനിക്കാൻ പോകുന്ന ഒരാളാണ്. ഈ എന്താ പറയുക, ഈ കൈക്കോട്ട് പണിക്കും എല്ലാ പണിക്കും പോകുന്ന നല്ലൊരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ഈ ഉമ്മയുടെ മരണശേഷം സത്യത്തിൽ ആ മകനെ ആകെ ഒറ്റപ്പെട്ടു. ആ വീട്ടിൽ ഉപ്പാനേക്കാളും ഇവന്റെ കമ്മ്യൂണിക്കേഷൻ ഉമ്മാനായിട്ടായിരുന്നു. വാപ്പ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ വാപ്പാന്റെ ഒരു സ്ഥാനിൽ അങ്ങനെ നിൽക്കും. എപ്പോഴും ആൺകുട്ടികൾക്ക് എപ്പോഴും ഒരു അടുപ്പുണ്ടാവുക ഉമ്മാനായിട്ടാണല്ലോ. ഉമ്മയുടെ മരണം മകനെ വല്ലാതെ തളർത്തി. വാപ്പാനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കുക, വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉപ്പാനെ ആരാ നോക്കുക, ഇങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഒരു വർഷമാകുമ്പോഴേക്ക്, അതായത് ഇവന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് വാപ്പ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അത് സത്യത്തിൽ ഈ മകൻക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ മകൻക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തടത്തുനിന്നാണ് ഇവരെ ലൈഫിൽ പ്രശ്നങ്ങൾ ആരംഭിക്കണേ. അങ്ങനെ വാപ്പ വേറൊരാളെ കല്യാണം കഴിച്ചു. അവർക്ക് മക്കളൊന്നുമില്ല. മക്കളില്ലാത്ത ഒരു സ്ത്രീനെയാണ്. അവർ കുറേ വർഷങ്ങളായിട്ട്, അവർ മുൻപൊരു വിവാഹം കഴിഞ്ഞതായിരുന്നു. പക്ഷെ നേരത്തെ അവരുടെ ഭർത്താവിന് എന്തോ പ്രശ്നങ്ങളായിട്ട് വേഗം ഡിവോഴ്സായി. പക്ഷെ പിന്നീട് ദാരിദ്ര്യം കാരണം പിന്നെ ഒരു കല്യാണ കേസൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണ് ഈ കല്യാണ കേസ് വന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ അതിനുശേഷമൊക്കെ ആ തുടക്കത്തിലൊക്കെ ഭയങ്കര രണ്ടാമത് വന്നൊരു ഉമ്മ, ശരിക്കൊരു ഉമ്മ ആവാൻ വേണ്ടി ഒരുപാട് നല്ല പ്രയത്നങ്ങൾ നടത്തി. പക്ഷെ ഇവന്റെ ഉള്ളിലൊരു സ്നേഹം വരണ്ടേ. അതായത് ഈ മകൻ കല്യാണപ്രായമായിട്ട് നിൽക്കുകയാണ്. അതിന് മുൻപ് എന്നെ വാപ്പ വേറെ കല്യാണം കഴിച്ചു. ഇത് സത്യത്തിൽ പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു പ്രശ്നമാണ്, ഈ വാപ്പാന്റെ രണ്ടാമത്തെ കല്യാണം കഴിക്കൽ. ഞാൻ ഈ വാപ്പ രണ്ടാമത്തെ കല്യാണം കഴിക്കുന്നതിന് ഞാൻ എതിർത്തു എന്നും നിങ്ങൾ വിചാരിക്കരുത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഈ ആണുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. പെണ്ണുങ്ങൾക്കൊരു 10-40 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ ഈ ലൈംഗികതയിലൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിന്തിരിയും. അതായത് വാപ്പാരെ അടുത്ത് കിടക്കുമ്പോൾ, എന്താ നിങ്ങൾക്ക് മക്കൾ വലുതായില്ലേ, വേറെ കുട്ടികളുണ്ടായില്ലേ, നിങ്ങൾ ഇപ്പോഴും എൻ്റെ അടുത്ത് കിടക്കുക. ഇവർ രണ്ടുപേരും ഇങ്ങനെ കിടക്കും. ഈ ജൈവികമായിട്ട് സ്ത്രീകൾക്ക് അതായത് ആർത്തവിരാമത്തിന് ശേഷം ലൈംഗിക താല്പര്യങ്ങൾ കുറയുന്ന, പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ആർത്തവിരാമം ഇല്ല. അവർക്ക് മരണം വരെ എന്തുണ്ടാവാം, ലൈംഗിക താല്പര്യങ്ങളും ഉത്തേജനവും ഉണ്ടാവും. പക്ഷെ അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ നിർവഹിക്കാൻ ഈ ഭാര്യ സമ്മതിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ സമ്മതിക്കാതാവുമ്പോൾ പ്രായം രണ്ടാളും, അതായത് സ്ത്രീകളെക്കാൾ ഉയർന്ന പ്രായമായിരിക്കുമല്ലോ പുരുഷന്മാർക്ക് ഉണ്ടാവുക, പക്ഷേ അവർക്ക് ലൈംഗിക താല്പര്യങ്ങൾ നിന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പല ഉടായ്പകളിലും പോയി ചാടുന്നവരുണ്ട്. അപ്പോൾ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്നറിയാം, ഇപ്പം നല്ലൊരു ചാൻസാണ്, എല്ലാവരും കൂടി നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ഇവർ ആയിക്കോട്ടെ, നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് ഇവർ സമ്മതിക്കും. കാരണം ഇവർക്ക് സമ്മതിക്കുള്ള ഒരു ആഗ്രഹം എന്താണ്, ഇത് കാര്യം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജൈവികമായൊരു കാര്യമാണ്. ഞാൻ അവരെ മോശമായിട്ട് കാണുന്നില്ല, നിങ്ങൾ ആ രീതിയിലൊന്നും കാണണ്ട. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു വർഷമൊക്കെ ഭയങ്കര സ്നേഹം. അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടായി. അതിലൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായതോട് കൂടിയിട്ട് ഈ വീട്ടിൽ ഇവനൊരു അധികപ്പറ്റായിട്ട് മാറി. ഇവനാരും നോക്കാത്തൊരവസ്ഥയായി. ഇവനക്ക് ഒരു വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു മൈൻഡില്ല. ഈ സ്വന്തം ജന്മം നൽകിയ മാതാവില്ലേ, സത്യം പറഞ്ഞാൽ തകർന്നതാണ്. ഞാൻ എന്തായാലും ഈ രണ്ടാമതുള്ള ഒരു കല്യാണത്തിന് പേഴ്സണലി ഞാൻ അത്ര യോജിക്കണമല്ല. അത് ഓരോരുത്തരുടെ സാഹചര്യം പോലെ ചെയ്യാവുന്ന കാര്യങ്ങളാട്ടെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്, മക്കൾ ആവശ്യപ്പെടുകയാണ്, മക്കളുടെ താല്പര്യമാണ്. അപ്പോൾ ഓക്കെ, മക്കൾക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. കാരണം അത് പല പ്രശ്നങ്ങളുണ്ടാവും. നമുക്കെപ്പോഴും പ്രശ്നങ്ങൾ കൂട്ടില്ലല്ലോ വേണ്ടത്. ഇവരുടെ ലൈഫിലുണ്ടായ പ്രശ്നം, ഈ ഒരു മകൻക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാത്തടത്തുനിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അങ്ങനെ വാപ്പാക്ക് വേറെ കുട്ടിയൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ആ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായി. എപ്പോഴും മടിയും ഇടിയും, ഭക്ഷണം കഴിക്കാതെയായി, വീട്ടിലെ സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുക, ഈ കലഹങ്ങൾ. അതിനിടയിലാണ് ഇവനൊരു കല്യാണം കഴിച്ചു. ഇവനെ കൊണ്ട് എല്ലാവരും കുടുംബക്കാരൊക്കെ പറഞ്ഞ്, നീ ഇങ്ങനെ ഒറ്റാന്തരം നിന്നാൽ പോരാ, ഒരു കല്യാണം കഴിക്കണം. അങ്ങനെ ഇവരൊരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതോടുകൂടി പിന്നെ ആ രണ്ടാം മരുമകളെ ഒരു വേലക്കാരിയുടെ പോലെയാണ് ആ വീട്ടുകാർ കാണുന്നത്. അപ്പോൾ ഈ മരുമകൾക്ക് അറിയാം ഇത് ഭർത്താവിൻ്റെ ഉമ്മയല്ല, രണ്ടാനുമ്മയാണ്. പക്ഷെ അവരൊരു ലീഡർഷിപ്പ് കളിക്കുകയാണ്. ഈ ഉപ്പാക്കാണെങ്കിൽ തൻ്റെ ഭാര്യയോടും തൻ്റെ പുതിയ കുഞ്ഞിനോടും തൻ്റെ ആദ്യത്തെ മകൻക്ക് വല്ലാത്തൊരു ദേഷ്യമാണ് എന്നൊരു അടിസ്ഥാന ബോധ്യമാണ്. ഈ ബോധ്യത്തിൽ നിന്നാണ് പിന്നെ ആ വീട്ടിൽ എന്നും ഒരു സ്വന്തം നമ്മൾ കിടന്നുറങ്ങുന്ന വീട്ടിലെന്നും കലഹങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തിന്നാലും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. നമുക്ക് വീടൊരു നരകമായിട്ട് തോന്നും. നമുക്ക് ഈ ലോകം മുഴുവനും എന്തൊക്കെ നേടിയെടുത്താലും നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം എന്നുള്ളതാണ്, മനസ്സമാധാനം കിട്ടണം. ഈ മനസ്സമാധാനം കിട്ടാത്തടത്തോളം കാലം നമ്മുടെ വീട് നരകം. ആ ഒരു അവസ്ഥയ്ക്കായി. അങ്ങനെ ഒരു 2 വർഷം വരെ ഇവർ വല്ലാതെ പിടിച്ചു. കാരണം ഭാര്യ ഉണ്ട്. അങ്ങനെ ഭാര്യ ഗർഭിണിയായി, ഭാര്യ പ്രസവിച്ച സമയത്ത് വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ്. നീ ഇറങ്ങിപ്പോയിക്കോ, നിനക്ക് സ്വത്തില്ല, നിനക്ക് എൻ്റെ ഒരു സ്വത്ത് തരില്ല, എൻ്റെ സ്വത്ത് എൻ്റെ മോനക്കാണ്, രണ്ടാമത്തെ മോനക്കാണ്.
അപ്പോൾ ഇവൻ്റെ വിചാരം എന്താണ്, ഇനി വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചാലേ സ്വത്ത് കിട്ടുള്ളൂ. പക്ഷേ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി കുടുംബക്കാരും ചർച്ച ചെയ്യുമ്പോഴും രണ്ടുപേരും അമ്പനും വില്ലിനും അടുക്കാത്തൊരവസ്ഥ. ഒടുവിൽ കൊടുത്തൊരു തീരുമാനം, ഈ മകനും മറ്റേ അവൻ്റെ ഭാര്യയും തമ്മിൽ എന്ത് ചെയ്യുക, ഇത് ഒഴിഞ്ഞു പോവുക, വേറെ പോവുക. ഈ മകനെ സംബന്ധിച്ചിടത്തോളം മകൻ ഏറ്റവും പ്രശ്നം, അവനൊരു ഭിന്നശേഷിക്കാരനാണ്. അതായത് ഈ മകനൊരു ഭിന്നശേഷിക്കാരനാണ്. ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ എല്ലാവരും പോലെ ജോലി ചെയ്യാൻ പറ്റൂല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അത്ര ഒരു സാഹചര്യം. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നൊരു വാപ്പ അടിച്ചിറക്കിയിട്ട് കണ്ണീരോടുകൂടി വിളിക്കുകയാണ്, സാറേ എൻ്റെ ലൈഫാണ് ഈ പറയണത്, ഞാൻ ഈ വിശദമായിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഞാൻ നല്ലൊരു അഡ്വൈസ് കൊടുത്തു. പൊന്നു മോനെ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാപ്പാക്ക് വ്യക്തിപരമായിട്ട് രണ്ടാമതൊരാളെ കല്യാണം കഴിക്കാനുള്ള ചോയ്സ് ഉണ്ട്. നീ ആദ്യം തന്നെ വാപ്പാൻ്റെ വിവാഹത്തിന് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ സത്യം ഓനക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി, ശരിയാണ്, വാപ്പ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിന് എനിക്ക് പകരം എൻ്റെ ഉമ്മാക്ക് പകരം വേറൊരു ഉമ്മ വരുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇനിയിപ്പോൾ നമുക്കൊരു പ്രശ്നത്തിന് പരിഹാരമാണല്ലോ കാണേണ്ടത്. എങ്ങനെയെങ്കിലും കുടുംബക്കാരൊക്കെ ഇടപെട്ടിട്ട് ഒരു ചെറിയൊരു വാടക വീട്, ആ വാടക വീട്ടിൽ സുഖമായിട്ട് കഴിയാം. പിന്നെ സ്വത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മരണശേഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു വാപ്പ തീരുമാനിക്കുകയാണ് മകൾക്ക് സ്വത്ത് കൊടുക്കേണ്ട തീരുമാനിച്ചാൽ അതൊന്നും നടക്കൂല. മരണശേഷം അർഹതപ്പെട്ട അവകാശികൾക്ക് എന്തുണ്ട്, സ്വത്തുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഞാനിത് പറയാനൊരു കാരണം, ഇത് പെർമിഷനോട് കൂടിയാണ് ഞാൻ പറയണത് കേട്ടോ. നമ്മുടെ കുടുംബങ്ങളിൽ ഈ രണ്ടാമത്തൊരു വിവാഹം എന്നുള്ളത് ഉള്ള സന്തോഷങ്ങൾ കളയുന്നുണ്ടെങ്കിൽ, ഉള്ള സന്തോഷങ്ങൾ കൂടുതൽ കൂട്ടുക എന്ന്, ഇങ്ങനെ സന്തോഷങ്ങൾ ഇങ്ങനെ പ്ലസ് 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 ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ ഓക്കെ നടത്തിക്കോളും. അല്ലെങ്കിൽ ആ ഒരു വിപ്ലവത്തിൽ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് ചെയ്തിരുന്നില്ലേ, പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നില്ല. പേഴ്സണലി ഞാനിങ്ങനെ രണ്ടാമത് വിവാഹം യോജിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾ പറയാം, നിങ്ങളുടെ പങ്കാളി മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനില്ല എന്നാണ് എൻ്റെ ആൻസർ. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കട്ടെ, എൻ്റെ ഭാര്യ വേറെ കല്യാണം കഴിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അത് എൻ്റെ പേഴ്സണലി ചോയ്സാണ്, ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കാലത്ത് ഭയങ്കര സ്വാർത്ഥതയും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ ഉള്ള സന്തോഷം നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായിട്ട്. ഇപ്പോൾ ഞാൻ ലൈഫിലൊരു അനുഭവം ഞാൻ പറയാൻ കാരണം, ഇത്തരം വിവാഹങ്ങൾ പലപ്പോഴും നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ ഒരു ദോഷത്തിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവച്ചത്. എന്തായാലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ രണ്ടാനുമ്മമാരുണ്ട്, രണ്ടാനുപ്പമാരുണ്ട്. അവരുടെയൊക്കെ ലൈഫിലെടുത്ത് പരിശോധിച്ചാൽ അത് 98% ആൾക്കാരും സന്തോഷത്തിലായിരിക്കില്ല. 2% ആൾക്കാരൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ ഉൾക്കൊള്ളുന്ന മാതാപിതാക്കളൊക്കെ ആയിരിക്കട്ടെ. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ചിലർ അങ്ങോട്ട് എല്ലാം സ്നേഹിച്ചാലും മക്കൾ ഇങ്ങോട്ട് സ്നേഹം മനസ്സിലാക്കാത്തവരായിരിക്കും. എന്തായാലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സന്തോഷം ഉണ്ടാവട്ടെ. സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, എല്ലാവരും കൂടി വിചാരിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കീഴൊതുങ്ങലും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോഴാണ് സന്തോഷങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ അനുഭവം ഞാൻ പങ്കുവെക്കാൻ കാരണം, അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ സങ്കടം തോന്നി. വിവാഹം എന്നുള്ളതാണ്, രണ്ടാം വിവാഹം എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറിയത്. പിന്നെ ആണുങ്ങളെ നോക്കാനാണെങ്കിൽ നമുക്ക് എത്ര കാലം ജീവിക്കുന്ന ഉറപ്പെന്താ? ഞാൻ ഇപ്പോൾ നാളെ ജീവിച്ചിരിക്കുന്നുള്ളത് എനിക്ക് ഈ വീഡിയോ പൂർത്തിയാക്കാൻ കഴിയുന്നതിന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ഉറപ്പില്ലാത്തൊരു കാര്യത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കണേ. പിന്നെ നമ്മൾ ഭാവിയിൽ ഇന്നെ നോക്കാനാണെങ്കിൽ അതൊക്കെ ഒരു പറച്ചിലാണ്. സംഗതി എന്താണ്? അതേ ഭാര്യ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്മാരങ്ങനെയാണ്, ആണുങ്ങൾ അങ്ങനെയാണ്. അവർക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തേക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾക്കൊരു ഭർത്താവ് മരണപ്പെട്ടോ ഒരു ഭർത്താവ് ഒഴിവാക്കി പോയാൽ വേറെ ഒന്ന് കല്യാണം കഴിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഭയങ്കര സിൻസിയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഭയങ്കര ഇമോഷണലി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം, മേ ബി. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ പോണില്ല. അപ്പോൾ ഇതിലൊക്കെ സ്ത്രീകളാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, ഈ യുദ്ധം നടക്കുമ്പോൾ ഇറാനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ആഗ്രഹം. ഇറാനെ തോൽപ്പിക്കാൻ ഒരു അടിപൊളി ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ ഐഡിയ ശരിക്കും അമേരിക്കയും ഇസ്രായേലും പ്രാവർത്തികമാക്കിയാൽ തന്നെ ഇറാൻ തകരും. പക്ഷേ എന്താണ് ഈ ഐഡിയ ഈ ഇറാൻക്കെതിരെ അമേരിക്കയും ഇസ്രായേലും ചെയ്യാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ലോകത്ത് ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മികച്ച 10 രാജ്യങ്ങളെടുത്താൽ അതിൽ 5ഓ 6ഓ സ്ഥാനം ആർക്കുണ്ട്? ഇറാൻക്കുണ്ട്. ഈ ഇറാൻ്റെ എണ്ണ വേറെ രാജ്യങ്ങളൊന്നും അധികം വാങ്ങാതിരിക്കാൻ കാരണം ഉപരോധമാണ്. അവർക്ക് അവരുടെ എണ്ണ ഉൽപ്പാദിപ്പിച്ചിട്ട് 90% എണ്ണയും അവർ വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചൈനയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഇറാൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കക്ക് ചൈനയോടൊരു മുടക്കം പറയാത്തത്? അത് ചൈനയോട് പറയുകയാണ്, നിങ്ങൾ മുതൽ ഇറാൻ്റെ എണ്ണ വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഇറാൻ അവസാനിക്കും. പക്ഷേ ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, അമേരിക്ക ചെയ്യില്ല. സത്യത്തിൽ അമേരിക്കയ്ക്ക് ചൈനയെ പേടിയായിട്ടാണോ? അതായത് ഇറാൻ്റെ എണ്ണ വാങ്ങാതിരുന്നാൽ തന്നെ വെറുതെ കാർക്ക് ദ്വീപ് പിടിച്ചെടുത്ത്, കടലിലേക്ക് പിടിച്ചെടുത്ത് ഇറാനിൽ കുറേ പേരെ കൊന്ന് ആകെ മുച്ചൂടം മുടിച്ചിട്ട് അതിനേക്കാൾ ഏറെ ഇറാനെ എക്കണോമിക്കലി തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണെന്ത്? അവരുടെ എണ്ണ ചൈന ഇനി വാങ്ങരുത് എന്ന് പറയാം.
പക്ഷേ എന്തുകൊണ്ടോ അമേരിക്ക ഇത് ചെയ്യില്ല. ഇനി എന്തുകൊണ്ടായിരിക്കും അമേരിക്ക ചൈനയോട് ഏറ്റുമുട്ടാത്തത് എന്നുള്ളതാണ് ചോദ്യം. അത് ചൈനയെ ഭയന്നിട്ടാണോ, അല്ലെങ്കിൽ ചൈന ശക്തിയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അമേരിക്ക ചൈനയോട് ഇറാൻ്റെ എണ്ണ വാങ്ങരുത് എന്ന് പറയാത്തത്? അത് ചൈനയെ ഭയന്നിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.